ഹലോ ആ പൈസ കിട്ടിയാടാ കിട്ടിയാ എന്തത് 3-4 ആളും കൂടി ഉണ്ടെന്നാ നീ അതാ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കാര്യങ്ങൾ സംസാരിക്കാനും നടപ്പിലാക്കാനും ഒക്കെ നീയും ഞാനും അല്ലേ ഉണ്ടായുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 3-4 ആളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെയാണ് എനിക്ക് പറഞ്ഞൂടെ വാസൂട്ടിയുണ്ട് പരീക്കുട്ടിക്ക് ഉണ്ട് എന്നൊക്കെ എനിക്ക് പറഞ്ഞൂടെ നാട്ടിൽ ഒരുപാട് ആളുണ്ടാവും അതൊന്നും നടക്കൂല കാര്യം കഴിഞ്ഞിട്ട് പിന്നെ കണാകണ വർത്താനം പറയലടാ നീ ഒരു പണിയായി ആ പൈസ വാങ്ങിയിട്ട് പകുതി നീ എടുത്തിട്ട് ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തോ എൻ്റെ പകുതി കമ്മീഷൻ എനിക്ക് കിട്ടണം ഞാനിവിടെ റസിയ ടൈലേഴ്സിലുണ്ട് ഞാൻ പൈസ നോക്കിയിരിക്കുകയാണ് നീ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടാ ആ ശരിയെന്നാ ഇതൊരു വാടകയ്ക്ക് വീട് ഒപ്പിച്ചു കൊടുത്തേ ഇവൻ പാർട്ടീനെ കൊണ്ടുവന്ന് വീട് ഞാനാ ഒപ്പിച്ചു കൊടുത്താ അപ്പൊ ഞങ്ങൾ 2 പേരുണ്ടായുള്ളൂ ഇപ്പൊ പൈസ കിട്ടി കഴിഞ്ഞപ്പോ 3-4 പേരുണ്ട് അത് 5-6 ആക്കണോന്ന് നടപടിയാവൂല അത് ശരിയാ ഞാനെന്നാ പോയിക്കോട്ടെ എന്നാ അല്ല എനിക്ക് ആ ചായ ഇവന് എവിടെ പോയി കിടക്കുന്നത് നമുക്ക് എവിടെയാണ് എത്ര നേരമായിട്ട് പോയിട്ട് പുറത്ത് എന്തൊരു മഴയോ മഴ കുടി ഇതെന്താ കട്ടൻ ചായ എന്താ കട്ടൻ ചായ ഇതുപോലെ കോമ്പിനേഷൻ ഈ കട്ടൻ ചായ പരിപ്പടിയും ഈ സമ്മേളനത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് സാധനം ഇതിപ്പോ ആർട്ടി സമ്മേളനമല്ല വെറുതെ വർത്താനം പറഞ്ഞിരുന്നാണ് പാൽ ചായ കൊണ്ടുവരാൻ പറഞ്ഞ ഇപ്പൊ പരിപ്പോട് കിട്ടിയോ 10 പരിപ്പോട് പറഞ്ഞു ഒറ്റ സാധനം ആടില്ല എല്ലാ സർക്കസാരും കൊണ്ടുപോയി സർക്കസാരാ സർക്കസാര് അതിന്റെ മുമ്പിൽ സർക്കസ് റിങ്ങിന്റെ അതാണ് ആ ചെണ്ടോട്ടും വേളമൊക്കെ എല്ലാം കൊണ്ടുപോയി അപ്പൊ ഇത് സർക്കസ് നോക്കി കയറുന്ന ഇത്ര നേരല്ലേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് കൊരങ്ങൻ ഈലെ ചാടുന്നേ മനുഷ്യരീലെ ചാടുന്നേ നീയേ അവരുടെ കൂടെ അങ്ങോട്ട് പോകായിരുന്നില്ല പരീക്ക രക്ഷപ്പെട്ടാനല്ല പങ്കാളികള് കൊരങ്ങൻ വേറെ ഉണ്ടല്ലോ അവരുടെ അപ്പൊ ഇനിയിപ്പം പോയിട്ട് കാര്യമില്ല ഇതൊന്ന് അയച്ചാ നോട്ടെ ഉയിന്നോടെ കിട്ടിന് 5 ഉയിന്നോടെ കിട്ടിന് 2 പരിപ്പട ആ പെണ്ണ് പരിപ്പോടെ മേടിച്ചു കൊണ്ടിരുന്ന പ്രത്യേകം പറഞ്ഞല്ല ഇക്കാക്കൊക്കെ 5 ഉയിന്നോടെ വീട്ടിലെ കൊണ്ട് റിസിയാത്ത കൊടുക്കാലോ 2 പരിപ്പടിയില് ഒന്ന് നിങ്ങൾ എടുക്കാം ഒന്ന് ഞാൻ എടുക്കാം എന്ത് ഇതാലി കാണിക്കണേ ഇതൊന്ന് ജോയിന്റ് ആക്കി ഞാൻ ഒരു മണ്ട ഞാൻ തല്ലി പിടിക്കാം കടിച്ചല്ലേ ഞാൻ എന്റെ വയറ് നിറയട്ടെ ആദ്യം എന്താ ഇപ്പൊ ഇത് ഈടെ 10 പരിപ്പോടെ മേടിച്ചോണ്ടാൻ പറഞ്ഞാണ് ഓള് അതിന് വിട്ടാണ് ഇപ്പൊ ഉഴുന്ന് വടൽ ആകെ 2 പരിപ്പോടാണ് കിട്ടിയത് അവരുടെ അടുത്തിട്ട് കടിച്ച് അത് അവൾക്ക് കൊണ്ടു കൊടുത്താൽ മതിയായിരുന്നു അല്ല ഇപ്പൊ ഇന്ന് ഉഴുന്നോടെ കൊടുക്ക് പരിപ്പോടെ കിട്ടിയില്ലെന്ന് പറ 2 എണ്ണം അല്ലേ ഉണ്ടായുള്ളൂ അതിങ്ങടെ വന്നേര് എന്ത് അല്ലല്ല ഒരെണ്ണെങ്കിലും ഓൾക്ക് കൊടുക്കണ്ടേ അവിടെ ഇരിക്കട്ടെ എനിക്ക് ഉഴുന്നോടെ എടുത്തോ ഉഴുന്നോടെ എനിക്ക് ഇഷ്ടമല്ല വേണ്ട ഇത് വേണോ എനിക്ക് വേണ്ട വേണ്ട അവിടെ ഉഴുന്നോടെ എനിക്ക് താല്പര്യമില്ല ഉഴുന്നോടെ ഒരെണ്ണം കഴിച്ചോ വേണ്ട എന്ത് പണി അവനെ തിന്നോട്ടെ എന്ന് പറഞ്ഞ ഒക്കെ പൊട്ടം പണിയാണ് കാണിക്കുള്ളൂ പിന്നെ എന്ത് ചെയ്യും വേറെ ആരും ഇവിടെ പണിക്ക് നിൽക്കാനാണ് കളിച്ചിച്ചനല്ലേ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ അവർക്ക് ആവശ്യമുള്ളൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കണല്ലേ ഇതിപ്പോ 2 പരിപ്പോടെ ആകെ ഉള്ളു അത് അവള് പരിപ്പോടെ ചോദിച്ചാണ് അനക്കറിയാലോ ഓളുടെ ഹാലി അവൻ അറിഞ്ഞൂടല്ല കഴിച്ചോ കൊണ്ട് കൊടുക്കാം നമുക്ക് കുട്ടിയെ എന്താ ഇവിടെ വിളിച്ചിരിക്ക ഞാൻ അനക്കാനുള്ള തുണി എടുക്കിന് എന്താണ് എവിടെ എന്ത് എവിടെ നിങ്ങളോട് ഞാൻ പറഞ്ഞ സാധനം എവിടെ അപ്പുറത്ത് കോളുടെ മട്ടും മാരി മാറിയല്ലോ നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞേ എന്താണ് നിങ്ങളോട് ഞാൻ എന്ത് വാങ്ങാനാ പറഞ്ഞേ എന്താ കിട്ടിയില്ലേ ഇന്റെ പരിപ്പോട് എവിടെ പരിപ്പോട ആകെ 2 എണ്ണം ഉണ്ടായിരുന്നുള്ള വീഡിയോയില് അത് വാങ്ങണോ വാങ്ങി അത് വീഡിയോയില് കൊണ്ടുവന്ന് വെച്ചപ്പേ ആ പായ പറഞ്ഞെടുത്ത് കഴിച്ച് കുഞ്ഞുട്ടൻ ഓന് ഞാൻ വച്ചിണ്ട് മറ്റേതും കടുക്ക് അപ്പൊ ആകെ ഒരെണ്ണപ്പ അനക്ക് കൊണ്ടുവന്ന് തന്നിട്ട് എന്താ കാര്യമാവും അപ്പൊ അത് ഞാൻ തന്നെ കഴിച്ചു ഇജിപ്പോ ഉഴുന്നുവട ഉണ്ടല്ലോ അത് കഴിച്ചോ നിങ്ങൾ എന്തിനാ പരിപ്പോട തിന്ന് ഞാൻ മോയിച്ച് ഇവിടെ ഇരിക്കല്ലേ പരിപ്പോടെ കാണണം ആകെ തണുത്ത് ഒന്നിനും കൊള്ളൂല അതാണ് ഞാനിത് നല്ല 1ാമത്തെ ഉഴുന്നുവടല്ലേ അത് നോക്ക് എനിക്ക് വേണ്ട ഞാൻ ദോശന്റെ കൂടെ പരിപ്പോട തിന്നണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി അയ്യന്റെ പൊട്ടത്തി ആരെങ്കിലും ദോശയുടെ കൂടെ പരിപ്പോടായിക്കോ
ദോശയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴുന്നുവടല്ലേ? ഇജ്ജ് കണ്ടിട്ടില്ലേ ഈ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ദോശയും ഉഴുന്നുവടയും, ഉഴുന്നുവടയും ദോശയും. അതല്ല എൻ്റെ കോമ്പിനേഷൻ. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വെയിറ്റേറിയൻ ഹോട്ടലിൽ ഞാൻ പോവാത്തത്. ഇജ്ജിപ്പോൾ ഈ നേരത്തെ ഇനി വലിച്ചേറ്റ ഹോട്ടലിലേക്ക് പോകണ്ട. ഇജ്ജിപ്പോൾ ആ കൊണ്ടുവന്ന ഉഴുന്നുവട എടുത്ത് കഴിക്കി. എനിക്ക് വേണ്ട, എനിക്ക് പരിപ്പാടാണെങ്കിൽ മതി. നിങ്ങൾ തിന്നോ, നിങ്ങൾ വായല്ലേ പരിപ്പാട അകത്തടപ്പില്ലേ, അതിന്റെ കൂടെ ഒന്നുകൂടി തിന്നു. വെറുതെ മാള ഇടങ്ങറാക്കല്ലേ, ചവറിനെടുത്ത് കഴിക്കാൻ. എനിക്ക് വേണ്ട പറഞ്ഞില്ലേ? എടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട പീടിയെന്ന് മേടിച്ച് കൊണ്ടുവന്നല്ലേ, എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ. എനിക്ക് വേണമെന്ന് പറഞ്ഞ പരിപ്പാടല്ലേ? ആ പരിപ്പോട് ഉഴുന്നോടെ ഒക്കെ രണ്ടു മട തന്നെയല്ലേ, അവർക്ക് കഴിക്കിപ്പോ തൽക്കാലോ. ഉഴുന്നോടെ ഇഷ്ടല്ല. റബ്ബ് ഒരു പലഹാരം വേണമെന്നല്ലേ മനുഷ്യന്മാര് വിചാരിക്കുള്ളൂ. എടുത്ത് കഴിക്കുമ്പോ തൽക്കാലം ഞാൻ കൊണ്ടുവന്നല്ലേ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാ. മര്യാദന്ന് പറഞ്ഞെടുത്ത് കഴിക്കി, വെറുതെ കളിക്കാൻ കണ്ട് അന്നോടാ പറഞ്ഞ ഇതൊരു വട എടുത്ത് കഴിക്കാൻ. എന്താണ് അതെ മരുന്നിരിക്കുന്നുണ്ടോ? ആ പിന്നെ ഇനിയിപ്പോ എന്റെ മരുന്ന് ഇവിടെ എടുത്തു വെക്കല്ലേ ഞാൻ. അല്ലടാ ഈ ഗ്യാസിനുള്ള മരുന്ന്. ഗ്യാസിന് എന്തിനാ പറയാ മരുന്ന്, അതിന് അടുപ്പല്ലേ വേണ്ടത്. കളിക്കാൻ നിൽക്കാതെ മറ്റേ വയറിന്റെ ഗ്യാസിനടാ. ആ വയറിന് ആ കണ്ണ് കണ്ടൊക്കെ വലിച്ചേറ്റുമ്പോ ആലോചിക്കണം എന്താ ഉണ്ടായി. എടാ എനിക്കല്ലാന്ന് മല്ലിയൊക്കെയാണ്. വലിയേക്കോ? അവൾക്ക് എന്താണോ തീരെ സുഖമില്ല പറഞ്ഞിട്ട് ആകെ കടന്ന് തിരിയുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ കാണുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല അപ്പൊ എന്താ അറിയില്ല. ഗ്യാസിന്റെ ഒരു റോസ് കളറിലുള്ളൊരു മരുന്നല്ലേ? ആ അതുണ്ടോ? ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഞാൻ കൊണ്ടുവരാം. സംഗതി